കണ്ണൂർ തലശ്ശേരിയിലെ കാർ ഷോറൂമിലെ തീപിടുത്തമാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. തീപിടുത്തം ആസൂത്രിതമെന്ന് പോലീസ് പറയുന്നു. കാറുകൾക്ക് തീയിട്ടത് സ്ഥാപനത്തിലെ ജീവനക്കാരനെന്ന് തെളിഞ്ഞു. കേസിൽ വയനാട് സ്വദേശി സജീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീപിടുത്തത്തിൽ 3 കാറുകൾ കത്തി നശിച്ചിരുന്നു. തലശ്ശേരി ചിറക്കരയിലെ ഷോറൂമിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തീപിടുത്തമുണ്ടായത്. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഈ സംഭവം തീപിടുത്തമുണ്ടായി 4 ദിവസത്തിന് ശേഷമാണ് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. തുടക്കത്തിൽ അത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന രീതിയിലുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാകുന്നു. പിന്നീട് ഇത് ആസൂത്രിതമായ തീപിടുത്തമാണ് ഉണ്ടായതെന്ന് പോലീസിന് എങ്ങനെയാണ് സ്ഥിരീകരിച്ചത്? ഈ പ്രതിയിലേക്ക് എങ്ങനെയാണ് എത്താൻ കഴിഞ്ഞത് ബൈജു? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആസൂത്രിതമായ ഒരു തീപിടുത്തം എന്നാണ് ഇപ്പോൾ പോലീസിന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ തന്നെയാണ് പോലീസിന് ഇതിന് വലിയ തെളിവായത്. ഇതിൽ ജീവനക്കാരനായ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് തേറ്റമല സ്വദേശി സജീറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സംഭവം പോലീസ് പറയുന്നത് ഇയാൾക്ക് ചില പണമിടപാടുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഈ ഓഫീസുമായി തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇയാൾക്ക് ഈ വൈരാഗ്യം ഉണ്ടാവുകയും അതിനുശേഷം ഈ പുലർച്ചെ, അതായത് ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിക്കാണ് ഇത്തരത്തിൽ ഈ ഷോറൂമിലെത്തി 3 കാറുകളാണ് ഈ പൂർണ്ണമായും കത്തിനശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് പെട്രോൾ ഉപയോഗിച്ചായിരുന്നു ഇയാൾ ഈ 3 കാറുകളും കത്തിച്ചത്. ഇതിൽ ഒരു കാറ് ചൊവ്വാഴ്ച എല്ലാ രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയാക്കി കൈമാറേണ്ട ഒരു വാഹനമായിരുന്നു. അതുപോലെ തന്നെ മറ്റ് 2 കാറുകൾ പുതിയ കാറുകളാണ്. ഈ 3 കാറുകളും പൂർണ്ണമായും കത്തിനശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടക്കത്തിൽ ടോം സൂചിപ്പിച്ചത് തന്നെ വലിയ സംശയം ഇതിലുണ്ടായിരുന്നു. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി ഒടുവിലാണ് ഈ ജീവനക്കാരനിലേക്ക് തന്നെ എത്തുകയും ജീവനക്കാരനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം 4 ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടാനായത് നേട്ടമായി. അതുമാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസം വളപട്ടണത്തിൽ വലിയ കവർച്ച നടന്നപ്പോഴും പോലീസിന് 10 ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. അതേപോലെ തന്നെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത്. ഈ മാരുതി നെക്സ കമ്പനിയുടെ യാർഡിൽ, അതായത് ഈ കാറുകൾ സൂക്ഷിക്കുന്ന യാർഡിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. 3 കാറുകൾ പൂർണ്ണമായും കത്തിനശിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ തോതിൽ സംശയം ആദ്യം തന്നെ ഉണ്ടായിരുന്നു പോലീസിന്. ഇത്തരത്തിൽ തീപിടിച്ചതിന് മറ്റ് ഷോർട്ട് സർക്യൂട്ട് ഒന്നും ആകാൻ സാധ്യതയില്ല. കാരണം യാർഡ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് ആരോ മനഃപൂർവ്വം കത്തിച്ചാണെന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിലാണ് ഇത് ജീവനക്കാരൻ തന്നെ കത്തിച്ചത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുന്നതും. അല്പസമയം മുമ്പ് ഇയാളെ ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇയാൾ എങ്ങനെയാണ് ഈ വാഹനത്തിന് ഇത്തരത്തിൽ തീ കൊളുത്തിയത്, അത്തരം കാര്യങ്ങൾ പോലീസ് ഇയാളിൽ നിന്നും ശേഖരിച്ചു. പെട്രോൾ ഉപയോഗിച്ചാണ് താൻ ഈ തീയിട്ടതെന്നും അദ്ദേഹം പോലീസിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഈ നേരത്തെ തന്നെ ഈ സ്ഥാപന ഇടപാടുമായി ഇയാൾക്ക് ഇതിനെ വലിയ ആരോപണം ഉയർന്നിരുന്നു. പണം ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് ഇയാൾ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് വാക്കുതർക്കവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു വൈരാഗ്യത്തിലാണ് ഇയാൾ കാറ് കത്തിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ആസൂത്രിതമായ ഒരു സംഭവമായി തന്നെയാണ് ഇതിൽ പോലീസ് കാണുന്നത്. തലശ്ശേരി ചിറക്കരയിലെ ഈ മാരുതി ഷോറൂമിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. അതായത് വലിയ ജനത്തിരക്കുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ സംശയമുണ്ടായിരുന്നു ഇത് കൃത്യമായി അറിയുന്ന ഒരാളായിരിക്കാം ഇതിന് പിന്നിലെന്ന്. ആ അന്വേഷണം പോലീസ് ഒടുവിൽ CCTV ക്യാമറ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതി പിടിയിലാകുന്നതും. ഏതായാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെല്ലാം എങ്ങനെയാണ് കണ്ണൂർ പോലീസ് ഇതുപോലുള്ള സംഭവങ്ങളിൽ ഇപ്പോൾ തുടർച്ചയായി അവരുടെ മിടുക്ക് കാണിക്കുന്നുണ്ട്. കാരണം നേരത്തെ വളപട്ടണത്തെ കവർച്ചാ കേസ് അതിവേഗത്തിലൊന്നും പ്രതിയിലേക്ക് എത്തുക എന്ന് പറയുന്ന അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. അയൽവാസിയായിരുന്നു പ്രതി. തെളിവുകൾ കൃത്യമായി ലഭിച്ചിരുന്നല്ലോ. പക്ഷേ പോലീസ് വിദഗ്ധമായി തന്നെ 10 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇവിടെ തലശ്ശേരിയിലെ കാർ ഷോറൂമിലെ തീപിടുത്തത്തിലും ആദ്യഘട്ടത്തില് പ്രതി ആരാണ് എന്ന് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. ബൈജു, എങ്ങനെയാണ് ഈ സജീറിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്? കാരണം കൃത്യമായ തെളിവുകളില്ല. ഈ CCTV ദൃശ്യങ്ങൾ, മറ്റേതെങ്കിലും കൃത്യമായ തെളിവ് എന്തായിരുന്നു? ഇയാളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ പോലീസിന് എന്ത് തുമ്പാണ് ലഭിച്ചത്?
ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായതും വളരെ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ സാധിച്ചതും. അങ്ങനെയാണ് ഈ സജീർ, അത് മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ ഇത്തരത്തിൽ ഈ സജീറിന്റെ പെരുമാറ്റം സംബന്ധിച്ച് ഈ വാക്കുതർക്കം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പണമിടപാടുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടത്തിയ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു. ആ കാര്യം പോലീസിന് വിവരം നൽകിയിരുന്നു. അതോടുകൂടിയാണ് കൃത്യമായി ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇയാൾ വയനാട് സ്വദേശിയാണ്. ഇവിടെ കുറച്ചുനാളായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇയാൾക്കെതിരെ വലിയ ആരോപണം ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നു. ആ ഒരു വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തത്തെ ഉണ്ടാക്കാൻ കാരണമെന്ന് പറയുന്നു. 3 കാറുകളാണ് പുതിയ കാറുകൾ, 3 കാറുകൾ പൂർണ്ണമായും കത്തി നശിക്കുന്നു. അതിലൊന്ന് രജിസ്ട്രേഷൻ നടപടി ഉൾപ്പെടെ പൂർത്തിയാക്കി ഇത്തരത്തിൽ ഉപഭോക്താവിന് നൽകാൻ വേണ്ടി അതേ ദിവസം ചൊവ്വാഴ്ച ഡെലിവറി ചെയ്യേണ്ട ഒരു വാഹനമാണ്. ഏകദേശം 50 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഈ സംഭവത്തിൽ ഉണ്ടായത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ക്രൈം ചെയ്യുമ്പോഴും അത് ശ്രദ്ധിക്കുക. കൃത്യമായി പോലീസ് നിങ്ങളുടെ പിറകെ ഉണ്ടാവും. ഒരുപാട് തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുന്ന കാലമാണ്. ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളപട്ടണത്തെ കേസ്, വളപട്ടണ ഒരു തുമ്പ് പോലും ആദ്യം ലഭിക്കാത്തൊരു കേസിൽ മുഖംമൂടി പോലും ധരിച്ചെത്തി അത്രത്തോളം വലിയ ഒരു ആസൂത്രിതമായി നടന്ന ഒരു കവർച്ച, ആ കവർച്ച 10 ദിവസത്തിനകം തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചു. എന്തായാലും കണ്ണൂർ സ്ക്വാഡ് നമ്മൾ സിനിമയിൽ പോലും ഇടം പിടിച്ച ഒരു അന്വേഷണ ടീമാണ്. അത് വീണ്ടും ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിൽ കൂടി അവരുടെ മികവ് തെളിയിച്ചിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നു. കൃത്യമായി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയും ആ രീതിയിലുള്ള അന്വേഷണത്തിലൂടെ പ്രതികളിലേക്ക് എത്താൻ സാധിക്കുകയും വളരെ വലിയ തെളിവോടുകൂടി തന്നെ അത്തരത്തിൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന രീതി ഇപ്പോൾ കണ്ണൂർ നമുക്കിപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ ഒരു സംഭവത്തിൽ നമുക്ക് കാണാം. പോലീസിനെതിരെ പല കുറ്റങ്ങളും അതുപോലെ തന്നെ തെറ്റുകളും നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോഴും പോലീസിന്റെ നല്ല പ്രവർത്തനമാണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ കണ്ണൂർ പോലീസിന്റെ വൈദഗ്ധ്യം കണ്ടതാണ്. ഇവിടെയും 4 സംഭവം നടന്ന് 4 ദിവസത്തിന് ശേഷം ഈ കാർ ഷോറൂമിലെ തീപിടുത്തത്തിലും പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു.